അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. ചൈതന്യമുള്ള ചെറുപ്പത്തിന്റെ പ്രസരിപ്പിൽ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ പിടിച്ചു നിർത്തുക. വൈമുക്കല സലാത്ത് മജ്‌ലിസ് സമ്പുഷ്ടമാക്കുക. എല്ലാ സലാത്ത് നടത്താത്ത വീടുകളിലും മാസാന്ത സലാത്ത് നടത്തിയേ മതിയാവുകയുള്ളൂ. സലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കാത്ത ചെറുപ്പക്കാർ നിർബന്ധമായി മജ്‌ലിസിൽ പങ്കെടുക്കണം. അതുപോലെ മുഴുവൻ ചെറുപ്പക്കാരും മജ്‌ലിസിൽ ഉള്ളവരും ഇല്ലാത്തവരും നിസ്കാരം എന്ന് പറയുന്ന അവിഭാജ്യ ഘടകത്തെ മുറുകെ പിടിച്ചേ മതിയാവുകയുള്ളൂ. ഓ പ്രിയപ്പെട്ടവരെ, നിസ്കാരമില്ലാത്തവരും ഞാനുമായി ബന്ധമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, പെണ്ണന്മാരെ, നിസ്കാരം അനിവാര്യമായി നമുക്ക് നിലനിർത്തണമെന്ന് എല്ലാവരുടെ മനസ്സിലും തീരുമാനമെടുത്തുകൊണ്ട് നാം പിരിയുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പറയുകയുണ്ടായി, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മറക്കാൻ കഴിയാത്ത 3 വേദനയാണുള്ളത്. എന്താണ് ആ വേദനകൾ? ഒന്ന്, മൗത്ത് റസൂലില്ലാഹ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വഫാത്താണ്. അതെനിക്ക് ഓർത്തിട്ട് മതിയാകുന്നില്ല. ആ റസൂലുള്ളാഹിന്റെ സുഹൃത്തായിരുന്ന എന്റെ ജീവിതം അതോടുകൂടെ കുടുങ്ങിപ്പോയി. എന്റെ സമാധാനവും സന്തോഷത്തിന്റെ പ്രഭ അസ്തമിച്ചു പോയി. എനിക്കത് വല്ലാതെ വിഷമിച്ചു. രണ്ടാമത്തെ ഖത്ലുൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വേർപാട് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു പോയി. മൂന്നാമത് എനിക്ക് വിഷമുള്ളൊരു കാര്യമുണ്ട്, എന്റെ ഒരു മിസ്ബദ് നഷ്ടപ്പെട്ടു പോയി. സഹാബത്ത് ചോദിച്ചു, വമൽ മിസ്ബദ് യാ അബൂ ഹുറൈറ? അബൂ ഹുറൈറ, എന്താണ് ആ മിസ്ബദ് എന്ന് നിങ്ങൾ പറയുന്നത്? അത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ജീവിതത്തിലെ മറക്കാനാകാത്ത ദുഃഖത്തിന്റെ കൂട്ടത്തിൽ അത് എണ്ണാൻ എന്ത് പ്രേരണയാണ് അബൂ ഹുറൈറ നിങ്ങൾക്കുള്ളത്? അബൂ ഹുറൈറ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഞാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യാത്രയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി തങ്ങൾ വല്ലാതെ വിശന്നു. നബി എന്നോട് ചോദിച്ചു, യാ അബൂ ഹുറൈറ അമഅക ശൈ? നിന്റെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ ഭക്ഷണമായി? അബൂ ഹുറൈറ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, തംറും ബിൽ മിസ്ബദ്, എന്റെ മിസ്ബദിൽ ഒരു കാരക്കയുണ്ട് നബിയേ. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ആ ഒരു കാരക്കയും എടുത്തോണ്ട് വരണം അബൂ ഹുറൈറ. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിന് ഒരു കാരക്ക എടുത്തു കൊടുത്തു. ആ കാരക്ക മുത്തുനബി തങ്ങൾ വാങ്ങി. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഓ അബൂ ഹുറൈറ, ആ കാരക്കയിൽ മുത്തുനബി തങ്ങൾ ഒന്ന് തടയുകയും ആ കാരക്കയിൽ മുത്തുനബി തങ്ങൾ മന്ത്രിക്കുകയും ആ കാരക്കയെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറയുടെ കീസിൽ തന്നെ ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഇട്ടുകൊടുത്തിട്ട് നബി തന്നെ പറയുന്നു, അബൂ ഹുറൈറ, ഇനി ആ കീസിൽ നിന്ന് ഒരു 10 കാരക്ക ഒന്ന് വാരിയേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംശയിക്കാതെ കയ്യകത്തേക്കിട്ടു. 10 കാരക്കകൾ റസൂലുള്ളാഹി വാരിക്കൊടുത്തു. അങ്ങനെ പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് അത്രയും വാരി വാരി ആ കൊട്ടയിൽ നിന്ന് കൊടുക്കുകയാണ്. ഹത്താ അകലൽ ജയ്ഷ് കുല്ലുഹു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഒരു വലിയ സംഘം ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരു യാത്രത്തിൽ വലിയൊരു സംഘമുണ്ട്. ആ സംഘത്തിൽ വന്ന മുഴുവൻ ആളുകളും ഈ കാരക്ക തിന്നവരെല്ലാം വയറു നിറഞ്ഞുപോയി. കാരക്കയില്ലാതിരുന്ന കുട്ടയിൽ മുത്തുനബി തങ്ങൾ മന്ത്രിച്ചിട്ട കാരക്കയുടെ ബറക്കത്ത് കൊണ്ട് എത്ര കാരക്ക വാരിയാലും മതി വരാതെ വാരുവാനുള്ള ഭാഗ്യം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറയ്ക്ക് കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ എന്റെ അടുക്കലിൽ ആ കാരക്കയും കൊട്ടയും ഞാൻ സൂക്ഷിച്ചിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് എനിക്ക് ഇജാസത്ത് തന്നു. എന്താണ് ഇജാസത്ത്? അബൂ ഹുറൈറ, ഇദാ അറഫ്ത അൻ തഅഖുദഹു ശൈആ, ഈ കാരക്കയിൽ നിന്ന്, ഈ കുട്ടയിൽ നിന്ന് എപ്പോൾ നിനക്ക് കാരക്ക വേണമെന്ന് നീ ആഗ്രഹിച്ചാലും ഫാദിഖിൽ യദക ഫീഹി, അതിലേക്ക് നീ കയ്യങ്ങ് ഇട്ട് വാരിക്കോ. നീ ഒരിക്കലും കുട്ട തട്ടരുത് അബൂ ഹുറൈറ.
കൈ അതിനകത്തേക്ക് ഇട്ട് നീ വാരിക്കോ, ഒരിക്കലും കുട്ട തട്ടരുത്, വറക്കത്ത് തീർന്നു പോകും. അതുകൊണ്ട് നിനക്ക് എപ്പോഴും കാരയ്ക്ക വേണമെന്ന ആവശ്യമുണ്ടെങ്കിൽ നീ വാരിക്കോ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ പറയുകയാണ്, ഫാക്കൽതു മിൻഹു ഹയാത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അസ്റഫുൽ ഖൽഖ് തങ്ങൾ ജീവിച്ചിരുന്ന കാലം മുഴുവനും ഞാൻ ആ കുട്ടയിൽ നിന്ന് കാരയ്ക്ക വാരി തിന്നു. വേണ്ട, ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുഴുവനും ഞാൻ ആ കുട്ടയിൽ നിന്ന് തന്നെ ഈത്തപ്പഴം വാരി തിന്നു. വേണ്ട, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ആ കുട്ടയിൽ നിന്ന് തന്നെ ഞാൻ കാരയ്ക്ക വാരി വാരി തിന്നു. പിന്നെയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഞാൻ ആ കുട്ടയിൽ നിന്ന് തന്നെ കാരയ്ക്ക വാരി വാരി തിന്നു. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംഘട്ടനങ്ങളും സംഘർഷാവസ്ഥകളും നാട്ടിൽ ഉടലെടുത്തപ്പോൾ എന്റെ മിസ്വതും പോയി. എന്റെ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും പോയതോടൊപ്പം എന്റെ മിസ്വതും പോയി. ഇതുപോലത്തൊരു ദുഃഖം എനിക്കില്ല. അസ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് പകരം റസൂലുള്ളാഹിന്റെ ഓർമ്മയ്ക്ക് പകരം റസൂലുള്ളാഹിന്റെ കൈ തൊട്ടൊരു മിസ്വത് എന്റെ കയ്യിലുണ്ടല്ലോ. ആ സമാധാനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്, അതും നഷ്ടപ്പെട്ടു പോയി. അലാ ഉഖ്ബിറുക്കും, നിങ്ങൾക്കറിയുമോ, ഖമ്മക്കൽതു മിൻഹു, ഞാൻ എത്രയാ തിന്നീൻ നിങ്ങൾക്കറിയുമോ? ആ കുട്ടയിൽ നിന്ന് അക്കൽതു മിൻഹു അക്സറ മിൻ 200 വസഖിൻ, 200 വസഖ് ഈത്തപ്പഴം ഞാൻ അതിൽ നിന്ന് തിന്നിട്ടുണ്ട്. അഥവാ എത്രയോ ടൺ കണക്കിന് ഈത്തപ്പഴം ഞാൻ അതിൽ നിന്ന് വാരിയെടുത്തു. റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് നിലയ്ക്കാത്ത പ്രവാഹം അനുഗ്രഹം ആ മഹബ്ബത്ത് കൊണ്ട് ലഭിച്ചുപോയി. അതുകൊണ്ട് സാധാരണ കൈകൊണ്ട് കിട്ടുന്നതിനേക്കാൾ അപ്പുറത്ത് വിശ്വസിച്ചു പോയാൽ ശിർക്ക് വരുമെന്ന് പറഞ്ഞ സലഫിയെ, സാധാരണ കാണുന്നതിന്റെ അപ്പുറത്ത് കാണുമെന്ന് വിശ്വസിച്ചൊന്ന് വിളിച്ചു പോയാൽ ശിർക്ക് വരുമെന്ന് പറഞ്ഞ സലഫിയെ, ഇസ്ലാം മതത്തിൽ നിങ്ങൾക്ക് സീറ്റില്ല. റസൂലുള്ളാഹിന്റെ ദീനിൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഇല്ല. നിങ്ങളൊന്ന് വഴിമാറിയേ. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ അവിടുത്തേക്കൊന്ന് സ്വലാത്ത് ചൊല്ലി, അവിടുത്തേക്കൊന്ന് മഹബ്ബത്ത് വെച്ച്, അവിടുത്തെ ശഫാഅത്തിന് വേണ്ടി ഒന്ന് ദാഹിച്ച്, അവിടുത്തെ പൂമുഖം കണ്ടൊന്ന് സന്തോഷത്തോടെ മരിച്ചോട്ടെ. ഓ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾക്കിത് കേൾക്കാൻ വിഷമമാണ്. അതുകൊണ്ടല്ലേ ഈ കേൾക്കുന്ന ബോക്സ് വരെ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? ഈ സദസ്സിന്റെ മുന്നിലിരുന്ന് ശബ്ദം കേൾക്കുന്ന ഈ ബോക്സ്, ഇതിന്റെ അടുത്തുള്ളൊരു സുഹൃത്ത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എത്ര വട്ടം അതിന്റെ വയറ് വലിച്ചൂരി, എത്ര വട്ടം അതിന്റെ ശബ്ദം മുടക്കി. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് കളവിന്റെ പ്രസ്ഥാനത്തിന്റെ മത്സരങ്ങളും, നിങ്ങൾക്ക് പെൺപിള്ളാർ നിന്നുകൊണ്ട് പാട്ടുപാടുന്നതും ഗാനമേളയും അത് കേൾക്കാനാണ് നിങ്ങൾക്ക് സുഖം. തൗഹീദിന്റെ ശബ്ദം നിങ്ങൾ അലോസരപ്പെടുത്തും, അത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ 2 ബോക്സ് പിന്നെ വെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്. ആരുടെയും കൈയൂക്കി കാണിക്കാനുള്ളതല്ല, ആരുടെയും അഹങ്കാരം നടിക്കാനുമുള്ളതല്ല. റബ്ബ് തആല നൽകിയ മഹത്താനുഗ്രഹത്തിന് വാനോളം നന്ദി പറഞ്ഞ് തലപൊക്കാതെ സുജൂദ് ചെയ്യേണ്ടവരാണ് നാം. റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്ത് നിസ്കരിക്കുന്നവരാകണം. ഇല്ലെങ്കിലോ മുഅ്മിനീങ്ങളെ, ഇവിടങ്ങ് മരിക്കുകയല്ലേ. എത്ര കളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരെ ഔപചാരികമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെത്ര കളവ് പറഞ്ഞിട്ടുണ്ട്. ഒരു കളവ് പറഞ്ഞാൽ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. 10 കളവ് പറഞ്ഞാൽ 10 പുള്ളി വീഴും. അങ്ങനെ ഒരു ദിവസം കഴിയുമ്പോ ഖൽബ് കറുത്തുപോയി, ഈമാന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി, ഈമാനില്ലാതെ കത്തുപോകും. പടച്ചവൻ കാക്കട്ടെ. അതുകൊണ്ട് അറിയാതെ പോലും കളവ് പറയരുത്. വഹാബി പ്രസ്ഥാനത്തിൽ ഒരു വിധത്തിലും ചെന്ന് പെട്ടുപോകരുത്. മുജാഹിദ് പ്രസ്ഥാനം തൊട്ടുപോകരുത്. തബ്ലീഗ് പ്രസ്ഥാനം പുകമറകൾ കൊണ്ട് പ്രത്യക്ഷത്തിൽ വെള്ളവസ്ത്രത്തിൽ നമ്മളെ കബളിപ്പിക്കുകയാണ്. ആ പ്രസ്ഥാനത്തിന്റെയും വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയാഞ്ഞതാണ്. 3-ാം ഘട്ടം വേണ്ട, 4-ാം ഘട്ടം വേണ്ട, 7-ാം ഘട്ടം വേണ്ട. മരിച്ചവരുടെ ഖുർആൻ
ഖുർആാനോദണ്ടായെന്ന് തബ്ലീഗ് സ്ഥാപനത്തിൽ അധ്യാപനായ സുലൈമാൻ മൗലവി കരുനാഗപ്പള്ളിയിൽ പ്രസംഗിച്ചതിന് വിനീതൻ മറുപടി പറയാൻ പോകേണ്ട ഗതികേട് വന്നു. തബ്ലീഗിന്റെ നേതാക്കന്മാർക്ക് മറുപടി പറയേണ്ട ഗതികേട് വന്നു. സുന്നികളാണെന്ന് ഒരു കാലത്ത് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ ആ കുപ്പായത്തിന്റെ ഉള്ളിൽ വഖാബിസത്തിന്റെ പിത്തലാട്ടമാണ് നിറഞ്ഞിരിക്കുന്നത്. ആ പ്രസ്ഥാനത്തെയും നമ്മൾ കരുതലോടെ പ്രതീക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഈ ദീനൊന്ന് കാത്തുരക്ഷിക്കണം. നിങ്ങൾ മാലകൾ ഓതുക, നിങ്ങൾ മൗലിദുകൾ ഓതുക, റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലുക. ഒരു കൊല്ലം 1,00,000 സലാത്തെങ്കിലും അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം സമർപ്പിക്കേണ്ടതുണ്ട്. നാരിയത്ത് സലാത്ത് ഒരു ദിവസം 11 എണ്ണമെങ്കിലും മുടങ്ങാതെ ചെല്ലണമെന്നാണ് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അവിടുത്തോടുള്ള ഹുബ്ബാണ്. ആ ഹുബ്ബല്ലാതെ വേറൊരു മാർഗവുമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ണ് നിറയെ കാണാനും കൽബ് നിറയെ ഓർക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.